നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ ഭാഗമായിട്ട് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുവാനും ക്രമാനുഗതമായിട്ട് വളർച്ച ഉണ്ടാകുന്ന വിധത്തിൽ അതിന് തക്കവണ്ണം പണം മുതൽ മുടക്കി വിപുലീകരിക്കുന്നതിന് തക്കവണ്ണമുള്ള ഒരു ദീർഘകാല പദ്ധതി ആയിരിക്കാം. എന്നിരുന്നാൽ പോലും അതിന് തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. ജൂൺ മാസം മുതലാണ് അതൊരു സജീവമായി പ്രവർത്തന മേഖലയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രാരംഭ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും മേലധികാരികളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ ഉടമസ്ഥർക്ക് തൃപ്തികരമാകുന്ന വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കുന്നത് വഴി ഭാവിയിലേക്ക് ഒരുപക്ഷെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം പദ്ധതികൾ സമർപ്പിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്ലേശകരമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പദ്ധതി സമർപ്പണം, അതേപോലെ തന്നെ കരാർ ഒപ്പുവയ്ക്കുക തുടങ്ങിയവയിലൊക്കെ തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി വായ്പ എടുത്ത പണം ഗഡുക്കളായിട്ട് തിരിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിശ്ചിത കാലയളവിന് മുൻപ് തന്നെ പണം കൊടുത്തു തീർക്കാം എന്ന ധാരണയോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങളും സമാധാനവും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികളുടെ പല വിധത്തിലുള്ള ഇനിയുള്ള ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് പഠിക്കാനായിട്ട് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം അവസരങ്ങൾക്കനുസരിച്ചുള്ള അപേക്ഷകൾ നൽകുവാനാണ് യോഗമുള്ളത്. വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും വേണ്ടിവരുന്നത് വഴി പുണ്യതീർത്ഥ യാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനും തൃപ്തിയായിട്ടുള്ള വിഭാഗത്തിലേക്ക്, തൃപ്തിയായിട്ടുള്ള രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനും ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് തീർത്തും അവിചാരിതമായിട്ട് വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയെയും കുട്ടികളെയും വിദേശത്തേക്ക് കൊണ്ടുപോകുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. അച്ഛന് പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി ഇനി മുതൽ വിസ്തൃതിയുള്ള ഒരു വീട് വാങ്ങി അച്ഛനെയും അമ്മയും ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള അവസരം, അതിന് തക്കവണ്ണം അന്വേഷണം ആരംഭിക്കുവാനും മാർച്ച് മാസത്തിൽ തന്നെ ഒരു തൃപ്തിയായിട്ടുള്ള വീട് കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ പ്രാരംഭത്തിൽ വാടകയ്ക്കെടുത്ത് താമസിക്കുവാനും 2026 ജൂണിന് ശേഷം ഈ വീട് അല്ലെങ്കിൽ മറ്റൊരു വീട് വാങ്ങിക്കുവാനും തക്കവണ്ണമുള്ള ഒരു സ്ഥാനമാറ്റത്തിനാണ് ഈ ഒരു മാസത്തിൽ തന്നെ സാധ്യത കാണുന്നത്. ഈശ്വരാരാധനകളാലും വിശ്രമത്താലും സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ക്രിയാത്മകമായിട്ടും ആത്മാർത്ഥമായിട്ടും പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതുമായിട്ട് പ്രവർത്തിക്കാൻ മാനസികമായി തയ്യാറാകുവാനിടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നു. ബന്ധുമിത്രാദികളുടെ ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസം പൂർത്തീകരിക്കേണ്ടതായുള്ള യജ്ഞം വളരെ മംഗളകരമായി തന്നെ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. വിജ്ഞാനപ്രദമായുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യുവാനും
ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരമുണ്ടാകും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം സ്വല്പം കുറയുവാനാണ് യോഗമുള്ളത്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീർന്നു എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ബന്ധുക്കൾ വിരുന്നു വരുവാനും പുണ്യതീർത്ഥയാത്രകൾക്കും യോഗം കാണുന്നുണ്ട്. ഔദ്യോഗികമായുള്ള മേഖലകളിൽ മേലധികാരികൾക്കോ സഹപ്രവർത്തകർക്കോ പകർച്ചവ്യാധി പിടിപെടുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും അവരുടെ ജോലിയുടെ ഒരു മേൽനോട്ടം വഹിക്കേണ്ടതായ സാഹചര്യങ്ങളും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ 1-2 മണിക്കൂർ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം ഈ ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഇനിയും പഠിക്കാൻ തക്കവണ്ണം മാനസികമായി തയ്യാറാകുവാനും പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കുവാനുമുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് വന്നു ചേരുവാനിടയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനും സാധ്യതയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം ഒഴിവാക്കി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലെ ഭാഷ പഠിക്കുവാനും ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ 2 വർഷം ഇതിന് വേണ്ടിവരും എങ്കിൽ പോലും 2 വർഷത്തിന് ശേഷം ഏറ്റവും ഉന്നത തലത്തിലുള്ള ഉദ്യോഗം എന്ന ലക്ഷ്യത്തോടുകൂടി ഈ 2 കാര്യങ്ങൾക്കും ഉപരിപഠനത്തിൽ ചേരുവാൻ അവസരം വന്നു ചേരുവാനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ മെയ് മാസം മുതൽ തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ അഹോരാത്രം പ്രവർത്തിക്കുന്നതിന് വഴിയും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ നിയന്ത്രണത്തോടുകൂടി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിലും നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ ശമ്പളക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുക എന്നല്ലാതെ ലാഭശതമാനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഉദ്ധരിക്കുന്നതിനെ പറ്റിയിട്ട് ചില സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ധാരാളം അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ വളരെ സസൂക്ഷ്മം പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ഇതിന്റെ നേട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നേട്ടം 2026 ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം ഈ മെയ് മാസം മുതൽ തന്നെ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. മാസങ്ങളോളം താമസിക്കുവാനായിട്ട്, മക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ പാഠ്യപദ്ധതിയൊക്കെ പൂർത്തീകരിച്ചു, കഴിഞ്ഞ മാസം പൂർത്തീകരിച്ചു എങ്കിലും തൃപ്തിയായിട്ടുള്ള ജോലി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റ് രാജ്യത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനായിട്ട് ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് സമ്പത്തുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാനിടയുണ്ട്.
ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി തീർക്കുവാനും വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ശുഭകരമാക്കി തീർക്കുവാനും സാധിക്കും. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി ലഭിക്കാം എന്ന ധാരണയോടുകൂടി അതിനുവേണ്ടി തയ്യാറാകുവാനിടയുണ്ട്. ശുചിത്വ പരിപാലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. നാഡി നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത് വഴി പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാനും ഭക്ഷണ ക്രമീകരണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തീരുമാനിക്കും. പലപ്പോഴും ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി പൊതുജനപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകളായതുകൊണ്ട് അതിന്റെ വരും വരായികളെ പറ്റി ചിന്തിച്ചും അതിന്റെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ടും ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടുവാനും സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനോടൊപ്പം ജോലിക്ക് അവസരങ്ങൾ വന്നു ചേർന്നോ 2 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യാൻ അവസരം വന്നു ചേരുന്നു. അതുവഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെല്ലാം അതിജീവിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാൻ ഇടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുവാനിടയുള്ളത് കൊണ്ട് 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേക വിഭാഗത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ മേഖലയെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചും കൊണ്ട് പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കാൻ അവസരം വന്നു ചേരും. കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടിയതായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തന മണ്ഡലങ്ങളായതുകൊണ്ട് പല സഹപ്രവർത്തകർക്കും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ലക്ഷ്യമാണ് പ്രധാനം എന്ന ബോധ്യത്തോടുകൂടി അവരെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. 2026-2027 കാലങ്ങളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സുഹൃത്തിന്റെ സഹായ സഹകരണങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായുള്ള സഹായ സഹകരണങ്ങൾ വളരെ ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികൾ ഏറ്റെടുത്ത കരാർ ജോലികളുടെ ഉപവിഭാഗ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനും സാധിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ മറ്റ് ജോലികളെല്ലാം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മാനസികമായിട്ട് സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുമെങ്കിലും എല്ലാം ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും സ്വല്പം കൂടുതൽ പ്രയത്നം ചെയ്യുന്നത് വഴിയും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.